വെൽക്കം ടു ശരത് ക്ലാസ്സസ്. അപ്പം ഈ ഒരു പുതിയ ചാനൽ ശരത് ക്ലാസ്സസ് എന്ന് പറയുന്ന പുതിയ ചാനലിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു ക്ലാസ്സസിൽ മെയിൻലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സും ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്കുകളായിരിക്കും. പ്രധാനമായിട്ട് ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റുകൾ, ഇതുകൂടാതെ സം ബേസിക് ഇലക്ട്രിക്കൽ പേപ്പേഴ്സ്, DC മെഷീൻസ് പോലെയുള്ള ചില ഇലക്ട്രിക്കൽ പേപ്പേഴ്സും കൂടി ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ ഞാൻ ആഡ് ചെയ്യും. പ്രധാനമായിട്ട് ഈ ക്ലാസ്സസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെൻ്റൽസ്. ബേസിക്സ് പല കുട്ടികൾക്കും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ജോബിലൊക്കെ പോകുമ്പം, എക്സ്പെഷ്യലി ഇൻഡസ്ട്രിയിലുള്ള ജോബുകൾക്കൊക്കെ പോകുമ്പം കുട്ടികൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം ഈ ഒരു പ്രോബ്ലം മെയിനായിട്ട് എനിക്ക് തോന്നിയത് ബേസിക്സിൻ്റെ ഒരു കറക്റ്റായിട്ട് അവർക്ക് ബേസിക്സ് അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഈ ബേസിക്സ് ആണ് നമ്മൾ ആദ്യം ഈ ഒരു എൻജിനീയറിങ്ങിൽ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. സോ ലേൺ ഫ്രം ദ ബേസിക്സ്, അതാണ് ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഇലക്ട്രോണിക്സ് പേപ്പേഴ്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ പേപ്പേഴ്സ് ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ പേപ്പേഴ്സും ഉണ്ട്. അപ്പം ഇലക്ട്രോണിക്സിൽ ബേസിക്കലി നമ്മൾ കവർ ചെയ്യുന്ന ചില പേപ്പറുകളെ പറ്റി ഞാനൊന്ന് പറയാം. ഇതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പേപ്പർ. അതിൽ പ്രധാനമായിട്ട് ബേസിക് ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ ആൻഡ് ദെയർ ഇൻ്റർഫേസിങ്. പിന്നെ വരുന്ന മറ്റൊരു പേപ്പറാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആൻഡ് DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഇതിൽ പ്രധാനമായിട്ട് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങും സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും പ്രധാനമായിട്ട് വരുന്നത് BTech സ്റ്റുഡൻസിനും ബാക്കിയുള്ള എല്ലാ പേപ്പറുകളും വരുന്നത് പോളിടെക്നിക്കൽ സ്റ്റുഡൻസിനുമാണ്. അപ്പം ഈ ബേസിക് ഇലക്ട്രോണിക്സ് ടു DSP വരെയുള്ള എല്ലാ പേപ്പറും BTech സ്റ്റുഡൻസ് കമ്പൽസറി അപ് ടു 5 or 6 സെമസ്റ്റർ വരെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു കുറച്ചുകൂടെ ഡീപ്പായിട്ടത് പഠിക്കും. പക്ഷേ ഇൻസ്ട്രുമെൻറ്റേഷൻകാരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം. അപ്പോൾ ബേസിക്കലി പോളിടെക്നിക്കൽ സ്റ്റുഡൻസ് ആണ് ഇതിൽ ആദ്യത്തെ 4 പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ നമുക്കറിയാം. പ്രധാനമായിട്ട് അതിലുള്ളത് ഇലക്ട്രിക് സർക്യൂട്ടുകളാണ്. ഇലക്ട്രിക് സർക്യൂട്ടുകളുടെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, അത് എന്തിന് യൂസ് ചെയ്യുന്നു, അത് എവിടെ യൂസ് ചെയ്യുന്നു, അതായത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒപാം സർക്യൂട്ട്സ് അല്ലെങ്കിൽ BJT സർക്യൂട്ട്സ്. ഈ BJT സർക്യൂട്ട്സ് എന്താണ്, അല്ലെങ്കിൽ ആ BJT സർക്യൂട്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഒപാം സർക്യൂട്ടുകളിലേക്ക് നമ്മൾ വരുന്നത് എന്തിനാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ 2 പേപ്പർ. ബേസിക് ഇലക്ട്രോണിക്സ് പറയുമ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസ്, പാസീവ് കമ്പോണൻസ്, BJT ഓർ ട്രാൻസിസ്റ്റർ ഓർ FET, MOSFET, ഇത്തരത്തിലുള്ള കമ്പോണൻസ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഒപ്പാംസ് എന്തിനാണ് സിമ്പിൾ ആംപ്ലിഫയേഴ്സ് എന്ന് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിലോട്ട് നമ്മൾ മാറുന്നത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏതൊരു സർക്യൂട്ട് പഠിക്കുന്നതുകൊണ്ടും നമുക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഈ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജാണ് അനലോഗ് ഇലക്ട്രോണിക്സ്. അനലോഗ് ഇലക്ട്രോണിക്സിൽ നമ്മൾ പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് മോർ അഡ്വാൻസ്, അതായത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ദ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ക്ലിപ്പിംഗ് ആസ് വെൽ ആസ് ദ ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അനലോഗ് സർക്യൂട്ട്സിൽ. ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പം, അത് മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, അനലോഗ് ടു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഡീകോഡർ, എൻകോഡർ, മൾട്ടിപ്ലെക്സർ, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, ഇത്തരത്തിലുള്ള കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. കാരണം ഇന്നത്തെ പല ഡിവൈസും മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറൊക്കെ വരുന്നുണ്ട്. നമുക്കതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അതേപോലെ DSP. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർ കണക്ഷനാണ്. ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും DSPയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകേണ്ട മറ്റൊരു സബ്ജക്റ്റാണ് കൺട്രോൾ എഞ്ചിനീയറിംഗ്.
കൺട്രോൾ എഞ്ചിനീയറിങ്ങിനെ ഒരു പറയുമ്പം പല ആൾക്കാർക്കും എപ്പോഴും ഉള്ളിലൊരു പേടി തോന്നുന്നൊരു സബ്ജക്റ്റാണ് കൺട്രോൾ എഞ്ചിനീയറിങ്. കാരണം സാധാരണ എക്സ്പെഷ്യലി ഒരു പോളിടെക്നിക് സ്റ്റുഡൻസ് അവരുടെ ഒരു തേർഡ് സെമിസ്റ്റർ വരെ അവർ പഠിച്ച ടോപ്പിക്കുകളെല്ലാം അല്ലെങ്കിൽ സബ്ജക്റ്റുകളെല്ലാം തിയറി ബേസ്ഡ് ആയിരിക്കും. പക്ഷേ അപ് ടു ഫോർത്ത് സെമിസ്റ്റർ അല്ലെങ്കിൽ ഈവൻ ഫിഫ്ത്ത് സെമിസ്റ്റർ എത്തുമ്പോഴാണ് ഇവർക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. ഈ കൺട്രോൾ സിസ്റ്റം പേപ്പറിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് പറയുകയല്ല, മറ്റുള്ള പേപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കൊടുത്താൽ മാത്രമേ കൺട്രോൾ എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റൂ. കാരണം 99% പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ പ്രോബ്ലമാറ്റിക് പേപ്പർ ആദ്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ കൺട്രോൾ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ബേസ്, ഒരു ഫണ്ടമെൻ്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് അറിയണം. എക്സ്പെഷ്യലി ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ട്രിഗ്നോമെട്രി, ഹൗ ടു സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് അറിയാത്തതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഈ കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി എന്നൊക്കെ പറയുന്ന ഈ ഒരു പേപ്പർ കുറച്ച് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ടായിട്ട് മാറുന്നു. അപ്പം അത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. സാധാരണ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും, അവർ ശരിക്കും പറഞ്ഞാൽ സിഗ്നൽസിനെ പറ്റിയിട്ടോ സിസ്റ്റത്തെ പറ്റിയിട്ടോ വളരെ ബ്രീഫായിട്ട് മാത്രമേ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അവരാദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പം ഒന്നും അറിയാത്ത ഒരാൾക്ക്, ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പം അതെവിടെ യൂസ് ചെയ്യുന്നു, എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊരു വലിയൊരു സംശയം മനസ്സിൽ നിൽക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങും സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ദെൻ ആഫ്റ്റർ കൺട്രോൾ സിസ്റ്റംസ്. അതിന് ശേഷമായിരിക്കും DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്. ഇതാണ് ഞാനിവിടെ കവർ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പേപ്പറുകൾ മെയിനായിട്ട്. ഇനി നമ്മളിവിടെ കവർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റുകൾ. ഇൻസ്ട്രുമെൻറ്റേഷനിൽ പ്രധാനമായിട്ട് വളരെ കുറച്ച് പേപ്പറുകളെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ പേപ്പേഴ്സ് ഉള്ളൂ. അതിൽ ആദ്യത്തത് നിങ്ങൾ അറിയാവുന്ന പോലെ ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ. ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ദേ ഹാവ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നത്. ദ സ്റ്റാറ്റിക് എറ, ഡൈനാമിക് എറ, then the type of instruments like the mechanical, electrical, electronic എന്നൊക്കെ പറയുന്ന കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതാണ്. അതേപോലെ ദ റോൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, എക്സ്പെഷ്യലി കമേഴ്സ്യൽ ആസ് വെൽ ആസ് ദ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇതായിരിക്കും ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. പിന്നെ വരുന്നു ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മുന്നേ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ഉണ്ട്, ട്രാൻസ്ഡ്യൂസേഴ്സ്. ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഏറ്റവും ബേസിക്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ, ഹൗ ദേ ആർ അപ്ലൈഡ് ഇൻ ദ അവർ പർപ്പസസ്, ലൈക്ക് എക്സ്പെഷ്യലി ദ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അത് തന്നെയാണ് പ്രധാനമായിട്ട്. അപ്പം അവിടെ നിന്നാണ് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു തുടക്കം. അപ്പം ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോയതാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ്. അത് കവർ ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു പേപ്പറാണ് പ്രോസസ് കൺട്രോൾ. പ്രോസസ് കൺട്രോൾ മീൻസ് അഡ്വാൻസ്ഡ് പ്രോസസ് കൺട്രോൾ. അഡ്വാൻസ്ഡ് പ്രോസസ് കൺട്രോളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 2 ടൈപ്പ് ഓഫ് കൺട്രോളിങ് സ്ട്രാറ്റജീസ് ആണ്. ഒന്ന് മാൻമെയ്ഡും, അതായത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. മാനുവലിൽ വരുന്ന പ്രധാന കാര്യങ്ങളാണ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം, ഫീഡ് ഫോർവേഡ്, കാസ്കേഡ്, സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് PLCs, സ്കാഡ, DCS എന്നൊക്കെ പറയുന്ന അതായത് PLC ആൻഡ് ഓട്ടോമേഷൻ. അപ്പം പ്രോസസ് കൺട്രോളിൻ്റെ ഒരു സബ് പാർട്ടാണ് ഈ പറയുന്ന PLC ആൻഡ് ഓട്ടോമേഷൻ. അതേ സമയത്ത് പ്രോസസ് കൺട്രോളിൻ്റെ മറ്റൊരു ഏരിയയാണ് മാനുവൽ കൺട്രോൾ സിസ്റ്റംസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൺട്രോൾ സ്ട്രാറ്റജീസ്, ഫീഡ്ബാക്ക്, ഫീഡ് ഫോർവേഡ്,
സ്പ്ലിറ്റ് റേഞ്ച്, റേഷ്യോ കൺട്രോൾ, അഡാപ്റ്റീവ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി. അതാണ് പ്രോസസ് കൺട്രോൾ. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു മിസ്ലേനിയസ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അനലിറ്റിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ബയോമെഡിക്കൽ. അനലിറ്റിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ബയോമെഡിക്കൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിലും അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്ന, ഇപ്പം അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാബ് പർപ്പസുകൾ, ലാബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ വരുന്ന ഒരു മിസലേനിയസ് ഇൻസ്ട്രുമെൻറ്റേഷനാണ് അനലിറ്റിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതാണുള്ളത്. ഇനി നമുക്കിതിൽ പ്രധാനമായിട്ട് പറയാനുള്ള നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സം മിസലേനിയസ് സബ്ജക്റ്റുകൾ നമ്മൾ ഇതിലൂടെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ല. കാരണം അതിലും നമ്മൾ നേരത്തെ കൺട്രോൾ സിസ്റ്റം പറഞ്ഞ പോലെ കുറേയധികം പ്രോബ്ലമാറ്റിക് പേപ്പറുകൾ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പ്രോബ്ലമാറ്റിക് പേപ്പറുകളാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്ത് തുടങ്ങേണ്ടത്. കാരണം പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബിഗിൻ ചെയ്യുന്നത് ഫ്രം ദി ഓംസ് ലോ. ഓംസ് ലോ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യും. അതേപോലെ തന്നിരിക്കുന്ന കോംപ്ലക്സ് സർക്യൂട്ടുകൾ നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ബേസിക്കലി ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബിഗിനിങ്. അതായത് മെഷ് റൂള്, അതേപോലെ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് റൂള്, അതേപോലെ KCL, KVL, അതേപോലെ ഫൈനലി നമ്മൾ നെറ്റ്വർക്ക് തിയറംസ്, തെവനിയൻസ്, നോർട്ടൺ, ഇത്തരത്തിലുള്ള സൂപ്പർ പൊസിഷൻ തിയറം, ഈ തിയറംസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടുള്ള കറസ്പോണ്ടിങ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നു. ഇതാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പാർട്ടിൽ DC മെഷീൻസ്, നമുക്ക് DC മെഷീൻസ് അധികം വരുന്നില്ല, എന്നാലും ആവശ്യമുള്ള ചില പർപ്പസുകളുണ്ട്, അവിടെ വരും. പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പവർ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം തൈറിസ്റ്റർ, SCR സിലിക്കൺ കൺട്രോൾ റെക്ടിഫയേഴ്സ്, തൈറിസ്റ്റർ, IGBT എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസ് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സ്. കാരണം പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് സബ്ജക്റ്റാണ്. പക്ഷേ അതിൻ്റെ സർക്യൂട്ടുകളും ഡിസൈനിങ്ങും അതിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡുകളും ശരിക്കും പഠിച്ചാൽ ആ ഒരു സബ്ജക്റ്റ് വളരെ സിമ്പിളാണ്. അതാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. അപ്പം ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇന്ന് ധാരാളം ചാനലുകൾ വരുന്നുണ്ടെന്നറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രധാനമായിട്ട് വരുന്നത് ഒരു ബേസിക്സ് ആണ് ഏതൊരു സബ്ജക്റ്റിലും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ആ ബേസിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ യു ആർ ദ മാസ്റ്റർ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അതുകൊണ്ട് ബേസിക്സ് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമാണ്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സെമിനാർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പം ആ ബേസിക്സാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടത്, കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, ഇപ്പോൾ ഗേറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് ആ ബേസിക്സ് അറിയില്ല. എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾ ചോദിക്കുന്നത് ബേസിക്സ് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം ആ ബേസിക്സ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം, DSP, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇത്തരം പേപ്പറുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പ്രോബ്ലമാറ്റിക് പേപ്പറുകൾ, ആ പ്രോബ്ലംസ് പറയുന്നത് 1-2 പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളതിൽ എക്സ്പേർട്ട് ആവില്ല. അതുകൊണ്ട് ന്യൂമറസ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽ സെഷൻസും കൂടി ഞാൻ ആഡ് ചെയ്യും. അത് എക്സ്പെഷ്യലി ഈ 3 പേപ്പേഴ്സിലെ ട്യൂട്ടോറിയൽ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ ഫോളോ ചെയ്യാനുള്ളൂ.
അപ്പം ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.